നമസ്കാരം, TJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് വേൾഡ് ഫസ്റ്റ് CNG ബൈക്ക് ബജാജിൻ്റെ ഫ്രീഡം എന്ന് പറഞ്ഞ ബൈക്കിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്നത്തെ വീഡിയോ. ഈ ബൈക്ക് മെയിനായിട്ട് ബജാജ് ഇറക്കിയിരിക്കുന്നത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറയുന്നത് CNGക്ക് 108 കിലോമീറ്ററാണ്. 1 രൂപ താഴെ ചിലവിൽ 1 കിലോമീറ്റർ ഓടിക്കാം എന്ന കണ്ടീഷനിൽ ബജാജ് ഇറക്കിയ ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് പോവാം. ഇതാണ് ബജാജ് അവതരിപ്പിച്ച പുതിയ വണ്ടി ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷനേ ഇല്ല. ഫസ്റ്റ് CNG ആണ് വേൾഡിൽ തന്നെ. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷനും ആയിട്ടാണ് ഈ വണ്ടി അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ട് 11 തരം സേഫ്റ്റി ആയിട്ടാണ് ഈ വണ്ടി ബജാജ് ഇറക്കിയിരിക്കുന്നത്. ഇത് ബജാജ് ഫസ്റ്റിൽ ഇറക്കിയ ഹൈബ്രിഡ് വണ്ടിയാണ്. എന്ന് വെച്ചാൽ മാക്സിമം മൈലേജ് ഒന്ന് പെട്രോള് പിന്നെ ഒന്ന് CNG ഈ രണ്ടിലും ഉപയോഗിക്കാവുന്ന കണ്ടീഷനിൽ ബജാജ് ഇറക്കിയൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 ലിറ്ററാണ് ഫ്യൂല് വരുന്നത്, പെട്രോളും 2 ലിറ്റർ CNG ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് CNGയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജാജ് പറയുന്നത് 108 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. നമുക്കൊരു 100 കിലോമീറ്റർ കണ്ണും പൂട്ടി പ്രതീക്ഷിക്കാം. അപ്പം വണ്ടി എടുത്തവർക്കും ഏകദേശം അതേപോലെ റേഞ്ച് പറയുന്നുണ്ട്. പിന്നെ പെട്രോളിൽ തന്നെയാണെങ്കിൽ നമുക്കിവിടെ എടുത്തവർ 152, 54 കിലോമീറ്റർ വരെ 2 ലിറ്റർ പെട്രോളിൽ കാലിയാവുന്നവരെ ഓടിച്ച കസ്റ്റമറുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചെറിയ പൈസ എന്ന് വെച്ചാൽ 1 രൂപ താഴെ 80 പൈസ റേഞ്ചിൽ നമുക്ക് ഓടുന്ന കണ്ടീഷനിൽ ബജാജ് ഇറക്കിയൊരു വണ്ടിയാണ്. മെയിനായിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലോങ് സീറ്റാണ് ഇതിൻ്റെ. നമുക്കൊരു 4 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. ഇവിടെ എൻക്വയറി ചെയ്ത കസ്റ്റമേഴ്സ് മെയിനായിട്ട് കൊറിയർ സർവീസ്, ഡെലിവറി, പിന്നെ ഈ പാലിൻ്റെ പണി, അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് മൊത്തം ഈ വണ്ടി വന്നിട്ട് നോക്കിയിട്ടിട്ട് വണ്ടീനെ പറ്റിയിട്ട് അഭിപ്രായവും ഇതെല്ലാം ചെയ്തിട്ട് പോയത്. നമുക്കിപ്പോൾ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വണ്ടി ഡെലിവറിയാണ്. അത്രയ്ക്കും ഫാസ്റ്റാണ്. ഇപ്പം തന്നെ നല്ല രീതിക്ക് വണ്ടി ഇപ്പം പോകുന്നുണ്ട് ബജാജിന്. നമുക്ക് ഫ്രീഡം 3 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രീഡം 125 ഡിസ്ക് LED, പിന്നെ 125 LED എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ബേസ് മോഡൽ വരുന്നുണ്ട്, ഡ്രം എന്ന് പറഞ്ഞിട്ട് ഫ്രീഡം. അപ്പോൾ 3 ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡ്രമ്മിന് ബേസ് മോഡലിന് 1 ലക്ഷം രൂപയാണ് ഷോറൂം റേറ്റ് വരുന്നത്. LED വരുന്നതിന് 110, 115 ഫുൾ ഓപ്ഷൻ ഡിസ്ക് ബ്രേക്കിന് റേറ്റ് വരുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി ചെറിയ റേറ്റിന് മൈലേജ് എന്ന കണ്ടീഷനിൽ ഇറക്കുന്ന, പിന്നെ പവറും ഉണ്ട് കേട്ടോ, 125 cc ആണ്. പിന്നെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിൽ ബജാജ് സാധാരണക്കാർക്ക് വേണ്ടി ഇറക്കിയൊരു വണ്ടിയാണ് ഫ്രീഡം. ഡ്യുവലായിട്ടാണ് ഫ്യൂൽ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ CNG ഉണ്ട്, പെട്രോളും ഉണ്ട്. ഇതിൻ്റെ ഫ്യൂൽ നിറയ്ക്കേണ്ടത് ഫ്രണ്ടിൽ തന്നെയാണ്, പെട്രോൾ അടിക്കുന്ന ടാങ്ക് പോലെ തന്നെയാണ് സെറ്റിങ്. ഇവിടെ നമുക്ക് ചെറിയൊരു താക്കോൽ കൊടുത്തിട്ടുണ്ട്. ഇത് പെട്രോളിൻ്റെ ടാങ്ക്. ഇത് നമുക്ക് സാധാരണ ഇതിനകത്ത് 2 ലിറ്ററാണ് പെട്രോൾ കൊള്ളുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന നോബ് CNGയുടെ. അപ്പോൾ CNG നമുക്കെന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചിട്ട് ഊരിയെടുക്കുകയാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ലോക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് അടിക്കേണ്ടത്. അടിക്കുമ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. സൈഡ് സ്റ്റാൻഡിൽ സെൻറ്റർ സ്റ്റാൻഡിൽ എന്നിട്ട് നമുക്ക് അടിച്ചു നോക്കണം. പിന്നെ ഈ ക്യാപ്പ് വരുന്നത് ഇതിപ്പം പൊന്തിക്കില്ല. ഇങ്ങനെ വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. വണ്ടി സെൽഫ് അടിച്ചാലും വണ്ടി ന്യൂട്രലാണെങ്കിലും അനങ്ങൂല. പക്ഷേ നമ്മൾ ഈ സാധനം ഫുള്ളാക്കി കഴിഞ്ഞാൽ വണ്ടി അത്ര സേഫ്റ്റിയാണ് ബജാജ് ഓഫർ ചെയ്യുന്നത്. ഡിജിറ്റലാണ് മീറ്റർ വരുന്നത്. നമുക്ക് മീറ്ററിനകത്ത് മെയിനായിട്ട് ബ്ലൂടൂത്ത്, ഏത് ഗിയറിലാണ് ന്യൂട്രൽ, ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, അങ്ങനെ 5 ഗിയർ വണ്ടിയാണ് ഈ വരുന്നത്. പിന്നെ നമുക്ക് പെട്രോളിൻ്റെയും ഇതിൻ്റെയും അളവ് കാണിക്കുന്നുണ്ട്. ഈ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ളത് CNGയിലാണ്. CNGയിലാകുമ്പോൾ നമുക്ക് ഇവിടെ CNGയുടെ എംബ്ലവും കാണിക്കുന്നുണ്ട്. ന്യൂട്രൽ ലൈറ്റ്, ബീം, ഹൈ ബീമിൻ്റെ ഇതും എല്ലാം കൊടുത്തിട്ടുണ്ട്, സിമ്പിളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളിത് പെട്രോൾ മോഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അവിടെ പെട്രോൾ വന്നു. ഇപ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടിങ് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. മാഗ്നറ്റാണ്, സ്റ്റാർട്ടർ മോട്ടറല്ല, ഡയറക്റ്റ് എൻജിൻ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയാൽ മതി, അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടാണ്. പിന്നെ നമുക്ക് ഇപ്പം സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മൾ ഫ്യൂവലിൽ ഇട്ട് സ്റ്റാർട്ടാക്കാവുള്ളൂ. CNGയിലിട്ട് സ്റ്റാർട്ടാവും, പക്ഷേ സ്റ്റാർട്ടാക്കുന്നത് എപ്പോഴും പെട്രോൾ ഇട്ട് സ്റ്റാർട്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മളിപ്പം പെട്രോൾ ഇട്ട് സ്റ്റാർട്ടാകുമ്പോൾ പെട്രോളിൻ്റെ എംബ്ലം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം പെട്രോളിൻ്റെ എംബ്ലം കാണിച്ചു. ഇപ്പോൾ നമ്മളിത് CNGയിലേക്ക് മാറ്റുവാണ്. CNGയിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ നമ്മൾ CNGയിലേക്ക് മാറി. ഇപ്പോൾ CNGയിൽ ന്യൂട്രൽ വന്നു.
CNG വരുമ്പോൾ സൗണ്ട് ലേശം കുറവുണ്ട് കേട്ടോ പെട്രോളിനെക്കാട്ടും വണ്ടിക്ക്. പിന്നെ ഇൻഡിക്കേറ്റർ ഇതുവരെ ബജാജ് ഇറക്കാത്ത ഒരു രീതിയിലാണ് ബജാജ് പുതിയ ഡിസൈനിലാണ് ഇൻഡിക്കേറ്റർ വന്നത്. ബൾബ് തന്നെയാണ്, LED അല്ല. അപ്പം 2 സൈഡിലും അതേപോലെ തന്നെ. ഹെഡ്ലൈറ്റ് പിന്നെ പവർ ഹെഡ്ലൈറ്റാണ്. ഡിമ്മും ബ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാത്രിക്ക് ഇട്ടപ്പം തന്നെ നല്ല വെട്ടമാണ് ഇത് വരുന്നത്. പിന്നെ പാസ് ലൈറ്റും നല്ല ഇവിടെ തന്നെയാണ്. ഇപ്പോൾ സ്വിച്ചിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കോള് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫോൺ വരുവാണെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ആരാ വിളിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മോഡ് ഓണാക്കാൻ ജസ്റ്റ് ഞെക്കി കൊടുത്താൽ ഓക്കെ. പിന്നെ ഇവിടെ തന്നെയുണ്ട് ബ്ലൂടൂത്ത് ഓണ്. ഇവിടെ തന്നെ ഇപ്പം ഓപ്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ CNGയിൽ എങ്ങനെ പോകുന്ന റീഫില്ല്, ക്ലോക്ക്, ബ്ലൂടൂത്ത്, പിന്നെ അങ്ങനെ എല്ലാ ഓപ്ഷനും ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ആക്കുകയും ചെയ്യാം കേട്ടോ. ഹൈറ്റ് വേണം പൊക്കും തത്തുവലും ചെയ്യാവുന്ന കണ്ടീഷനിലാണ്. 11 ടെസ്റ്റ് വിജയിച്ചിട്ടാണ് ഈ വണ്ടി ഇപ്പം പുറത്തിറക്കിയത്. അതേപോലെ 5 വർഷം 75,000 കിലോമീറ്ററാണ് ഈ വണ്ടിക്ക് എൻജിൻ ഗ്യാരണ്ടി കൊടുക്കുന്നത്. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ഇറക്കി കഴിഞ്ഞിട്ട് ഇറക്കിയൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് തന്നെ വെറൈറ്റി സൗണ്ടാണ്. പുതിയ എൻജിൻ തന്നെയാണ്. സ്റ്റാർട്ടായി കാണിച്ചു തരാം. ഹുക്ക് ഇവിടെ 2 സൈഡിലും ഹുക്കുണ്ട്. അതായത് സാധനം കെട്ടി വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ സെൻട്രൽ ഷോക്കാണ് വണ്ടി. പിന്നെ ബൈക്കിലെ ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കോമ്പിയാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ എക്സ്ട്രാ ഒരു കണക്ഷൻ കൊടുത്തിട്ട് ബ്രേക്കിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 80 കിലോമീറ്റർ സ്പീഡ് വരെ ചവിട്ടി നോക്കി, വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ വെയിറ്റ് 149 കിലോ ബോഡി വെയിറ്റ് ഉള്ള കാരണം നല്ല സ്റ്റെബിലിറ്റിയാണ് വണ്ടി റോഡിൽ ഓടിക്കാൻ. 105 cc വെച്ച് നോക്കുമ്പോൾ ഒരു പവറും കൂടുതലുണ്ട്. നല്ല ബ്രേക്ക് സിസ്റ്റമാണ് വണ്ടിക്ക് വരുന്നത്. ഇപ്പോഴത്തെ പുതിയ സ്പോർട്സ് ബൈക്കിൽ നിന്നും ഇപ്പം ലേഡീസിനാണ് തിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതിനുള്ള സംവിധാനമായിട്ട് ഇപ്പം പുതിയ CNG വണ്ടിക്ക് ബജാജ് സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൂടുതൽ. അപ്പം സൈഡ് വശത്ത് സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് റെസ്റ്റും പുതിയ സ്ട്രോങ് ആക്കിയിട്ട് ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. വണ്ടിയുടെ പിൻഭാഗമാണെങ്കിലും നല്ല സ്റ്റൈലായിട്ട് ചെറിയ ബ്രേക്ക് ലൈറ്റും നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് ബൈക്ക് വശവും ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ക്രാഷ് കാർഡ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടി കിട്ടിയാലും ഈ CNGയിലും ഇതെല്ലാം ഒന്നും ടച്ച് ചെയ്യാത്ത വിധത്തിൽ. പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ ഷോക്കിൻ്റെ കവർ അവിടെ ഒരു എക്സ്ട്രാ കവർ കൊടുത്തിട്ടുണ്ട്. ഫ്രീഡം എന്നുള്ള എഴുത്തും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. മൺകാടാണെങ്കിലും ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ലുക്കിലാണ് മൺകാടും കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ. അപ്പോൾ CNG ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നത് പൊട്ടിത്തെറിക്കുമോ, ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊരു പേടിയുണ്ട്. അതിനെ പ്രതിരോധിക്കുന്ന വിധത്തിലുള്ള ചേസാണ് ബജാജ് ഇറക്കി. അത്രയും സ്ട്രോങ് ആണ്. 10 ടൺ ഭാരമുള്ള വണ്ടി ഇതിൻ്റെ മേത്തോടെ കയറ്റി വിട്ടിട്ടും CNGയുടെ ടാങ്കിനോ അതിൻ്റെ ലൈനിനോ ഒന്നിനും ഒരു കേടുപാടും പറ്റിയിട്ടില്ല. അത്രയ്ക്ക് 11 ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് വണ്ടി പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ പെട്രോളിനെ അത്രയും പേടിക്കേണ്ടാത്തൊരു സാധനമാണ് CNG എന്നാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് പഠിച്ചപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിനോ അല്ലെങ്കിൽ വണ്ടീനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബജാജിൻ്റെ ഷോറൂം സന്ദർശിച്ചാൽ മതി. അപ്പോൾ ഓടിച്ച് നോക്കുമെന്ന് പറഞ്ഞാൽ ഒരു 125 cc പവറിനെക്കാട്ടും എക്സ്ട്രാ ഒരു പവറിലാണ് വണ്ടി. ഇപ്പം ഓൾറെഡി വെയിറ്റ് ഉണ്ട്. ഇപ്പം പൾസർ 125 പോലെ തന്നെ ഇതിന് വെയിറ്റ് ഉള്ള കാരണം വണ്ടിക്ക് റോഡിൽ നല്ല സ്റ്റെബിലിറ്റിയും റോഡ് ഗ്രിപ്പുമാണ്. അപ്പം ഓഫ് റോഡ് കണ്ടീഷനിലാണ് വണ്ടിയുടെ ടയറുടെ തന്നെ ബജാജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പുതിയ വണ്ടീനെപ്പറ്റി അറിയാൻ അല്ലെങ്കിൽ പുതിയ വണ്ടീൻ്റെ ടെസ്റ്റ് ഡ്രൈവ് അതിനെപ്പറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള നിയറസ്റ്റ് ബജാജിൻ്റെ ഷോറൂമിൽ സന്ദർശിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോകളായിട്ട് ഇനിയും വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഒന്ന് ഷെയറും ചെയ്യണം. പിന്നെ എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ നമുക്കത് മാറ്റി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.